നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പഹൽഗാം ഭീകരാക്രമണത്തിന് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ 15-ാം നാൾ തിരിച്ചടിച്ച് ഇന്ത്യ. പാകിസ്ഥാനിലും പാക് അധീന കാശ്മീരിലുമുള്ള 9 ഭീകര കേന്ദ്രങ്ങൾ പുലർച്ചെ തരിപ്പണമാക്കിയാണ് ഇന്ത്യൻ സംയുക്ത സേനാ വിഭാഗങ്ങളുടെ മറുപടി നൽകിയത്. പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായുള്ള ഇന്ത്യൻ സൈന്യം പാകിസ്ഥാനിൽ നടത്തിയ സർജിക്കൽ സ്ട്രൈക്കിന് പിന്നാലെ രാജ്യത്ത് അതീവ ജാഗ്രത. അതിർത്തിയിലെ കനത്ത ഏറ്റുമുട്ടലിനിടെ ജമ്മു കശ്മീരിലടക്കം സുരക്ഷ ശക്തമാക്കി. കേരളത്തിലെ എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും ദുരന്ത പ്രതികരണത്തിന് ജനങ്ങളെ സജ്ജമാക്കുന്നതിന്റെ ഭാഗമായി മോക്ക് ഡ്രിൽ നടത്തി. ലോകത്തിനു മുന്നിൽ ആവേശത്തിന്റെ അലതല്ലും മായാത്ത കാഴ്ചകൾ ആവോളം സമ്മാനിച്ച തൃശൂർ പൂരാഘോഷ ചടങ്ങുകൾക്ക് സമാപനം. ആവേശകരമായ പകൽപൂരത്തിനു ശേഷം ശ്രീ വടക്കുംനാഥനെയും പൂരപ്രേമികളെയും സാക്ഷിയാക്കി തിരുവമ്പാടി പാറമേക്കാവ് ഭഗവതിമാർ ഉപചാരം ചൊല്ലിപ്പിരിഞ്ഞു. തിരുവമ്പാടി വിഭാഗം രാത്രി പൂരത്തിന്റെ ഭാഗമായുള്ള മടത്തിൽ വരവ് എഴുന്നള്ളിപ്പിനിടെ 2 ആനകൾ വിരണ്ടോടി 42 പേർക്ക് പരിക്ക്. ചരിത്രപ്രസിദ്ധമായ കാട്ടകമ്പാൽ പൂരാഘോഷം വർണ്ണാഭം. കാളിദാരിക യുദ്ധത്തിന്റെ ആദ്യ ദിനത്തിലെ ചടങ്ങുകൾ പൂർത്തിയായി. മതിലകത്ത് വാക്പോരിനൊടുവിൽ ദാരികൻ മായയിൽ മറയുന്ന സങ്കല്പത്തിലാണ് പകൽപൂരം സമാപിച്ചത്. പാവർട്ടി സെന്റ് ജോസഫ് തീർത്ഥകേന്ദ്രത്തിലെ വിശുദ്ധ യൗസേ പിതാവിന്റെ 149-ാം മധ്യസ്ഥ തിരുനാളാഘോഷം മെയ് 9, 10, 11 തീയതികളിൽ ഒരുക്കങ്ങൾ പൂർത്തിയായി. വിശദമായ വാർത്തയിലേക്ക്. പഹൽഗാം ഭീകരാക്രമണത്തിന് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ 15-ാം നാൾ തിരിച്ചടിച്ച് ഇന്ത്യ. പാകിസ്ഥാനിലും പാക് അധീന കശ്മീരിലുമുള്ള 9 ഭീകര കേന്ദ്രങ്ങൾ ബുധനാഴ്ച പുലർച്ചെ തരിപ്പണമാക്കിയാണ് ഇന്ത്യൻ സംയുക്ത സേനാ വിഭാഗങ്ങളുടെ മറുപടി. പാകിസ്ഥാന്റെ ഭീകര പരിശീലന കേന്ദ്രങ്ങൾ വേരോടെ പിഴുതെറിയാനുള്ള ഇന്ത്യൻ ശ്രമം ജയ്ഷെ, ലഷ്കർ, ഹിസ്ബുൾ താവളങ്ങളെ ചുട്ടെരിച്ചു. പഹൽഗാം ആക്രമണത്തിനും ഭീകരവാദത്തിനും ചുട്ട മറുപടി നൽകിയിരിക്കുകയാണ് രാജ്യം. 9 പാക് ഭീകര കേന്ദ്രങ്ങളാണ് ഇന്ത്യ തകർത്തത്. ഭീകരരുടെ താവളങ്ങൾ മാത്രം മുന്നുമിട്ടായിരുന്നു ആക്രമണം. സാധാരണക്കാരെയും പാക് സൈന്യത്തെയും ലക്ഷ്യമിട്ടിട്ടില്ല. ഇന്ത്യക്കെതിരായ അതിർത്തി കടന്നുള്ള ഭീകരാക്രമണത്തിൽ പ്രധാന പങ്കുവഹിക്കുന്ന 2 കേന്ദ്രങ്ങളാണ് ബാവൽപൂരിലും മുദ്രിക്കയിലുമുള്ളത്. ഇന്ത്യൻ സൈന്യത്തിന്റെ ലക്ഷ്യം കൊടും ഭീകരരുടെ കേന്ദ്രങ്ങളായതിനാലാണ് ഇരു കേന്ദ്രങ്ങളും തകർത്തത്. എയർ വാർണിംഗ് സൈറൺ. സംഘർഷത്തിന്റെ നാളുകളിൽ ഏത് സാഹചര്യത്തെയും നേരിടാൻ പൊതുജനങ്ങളെ സജ്ജരാക്കുന്നതിനായി സംസ്ഥാനത്ത് 126 ഇടങ്ങളിൽ മോക്ക് ഡ്രിൽ നടത്തി. അഗ്നിശമന സേനയ്ക്കായിരുന്നു ഡ്രില്ലിന്റെ ചുമതല. എയർ വാർണിംഗ് ലഭിച്ചതോടെ ജില്ലാ ആസ്ഥാനങ്ങളിൽ സൈറൺ മുഴങ്ങി. ഷോപ്പിംഗ് മാളുകൾ, സിനിമാ തിയേറ്ററുകൾ എന്നിവയുൾപ്പെടെ തിരക്കേറിയ സ്ഥലങ്ങളിലാണ് ഡ്രിൽ സംഘടിപ്പിച്ചത്. അടിയന്തര സാഹചര്യത്തിൽ ജനങ്ങളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റാനുള്ള ഡ്രില്ലും ഇതിന്റെ ഭാഗമായി നടന്നു. മോക്ക് ഡ്രില്ലിന്റെ ഭാഗമായി സംസ്ഥാനത്തെ വിവിധ കേന്ദ്രങ്ങളിൽ ലൈറ്റ് ഓഫ് ചെയ്യുകയും ജനങ്ങളെ ഒഴിപ്പിക്കുകയും ചെയ്തു. 4:30 വരെയായിരുന്നു മോക്ക് ഡ്രിൽ. 1971-ൽ പാകിസ്ഥാനുമായുള്ള യുദ്ധത്തിന് മുന്നോടിയായാണ് ഇന്ത്യയിൽ നേരത്തെ ഇത്തരത്തിൽ മോക്ക് ഡ്രിൽ സംഘടിപ്പിച്ചത്. ആക്രമണത്തിന്റെ ഭാഗമായി തീപിടുത്തമോ മറ്റോ ഉണ്ടായാൽ ഏത് തരത്തിൽ ആളുകളെ ഒഴിപ്പിക്കണം, ആശുപത്രിയിലേക്ക് മാറ്റുന്നതെങ്ങനെ തുടങ്ങിയ കാര്യങ്ങളാണ് മോക്ക് ഡ്രില്ലിന്റെ ഭാഗമായി നടന്നത്. മോക്ക് ഡ്രില്ലിൽ കൺട്രോൾ റൂമുകളുടെയും ഷാഡോ റൂമുകളുടെയും പ്രവർത്തനക്ഷമത പരിശോധിച്ച് പിഴവുകളില്ലെന്ന് ഉറപ്പാക്കി. വൈദ്യുതി ബന്ധം, ഫോൺ സിഗ്നലുകൾ തകരാറിലായാൽ എന്തൊക്കെ ചെയ്യും തുടങ്ങി ഒട്ടേറെ കാര്യങ്ങൾ മോക്ക് ഡ്രില്ലിലൂടെ പരിശോധിക്കപ്പെട്ടു. ദക്ഷിണേന്ത്യയിലെ പ്രധാന തീർത്ഥാടന കേന്ദ്രമായ ഗുരുവായൂരിലും മോക്ക് ഡ്രിൽ നടന്നു. വ്യോമാക്രമണവും രക്ഷാദൌത്യവുമാണ് പ്രധാനമായും ആവിഷ്കരിച്ചത്. മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിന്റെ തെക്ക് ഭാഗത്താണ് 1/2 മണിക്കൂറോളം നീണ്ടുനിന്ന മോക്ക് ഡ്രിൽ നടന്നത്. അഡ്മിനിസ്ട്രേറ്റർ KP വിനയൻ, തഹസിൽദാർമാരായ MK കിഷോർ, TK ഷാജി, ടെമ്പിൾ SHO G അജയ്കുമാർ, മേജർ PJ സ്റ്റൈജു എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു മോക്ക് ഡ്രിൽ.
പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായുള്ള ഇന്ത്യൻ സൈന്യം പാകിസ്ഥാനിൽ നടത്തിയ സർജിക്കൽ സ്ട്രൈക്കിന് പിന്നാലെ രാജ്യത്ത് അതീവ ജാഗ്രത. അതിർത്തിയിലെ കനത്ത ഏറ്റുമുട്ടലിനിടെ ജമ്മുകശ്മീരിലടക്കം സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. രാജ്യതലസ്ഥാനത്തും സുരക്ഷ ശക്തമാക്കി. കൂടുതൽ കേന്ദ്രസേനയെ ദില്ലിയിൽ വിന്യസിച്ചു. ദില്ലിയിലെ ലാൽ ചൌക്കിലും സുരക്ഷ ശക്തമാക്കി. ജമ്മുകശ്മീരിൽ മേഖലയിലെ അടക്കം 10 വിമാനത്താവളങ്ങളാണ് സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി അടച്ചത്. ശ്രീനഗർ, ജമ്മു, ധരംശാല, അമൃത്സർ, ലേ, ജോധ്പൂർ, ഭുജ്, ജാംനഗർ, ചണ്ഡീഗഡ്, രാജ്കട്ട് എന്നീ വിമാനത്താവളങ്ങളാണ് അടച്ചത്. ഈ വിമാനത്താവളങ്ങളിലേക്കുള്ള എയർ ഇന്ത്യ, ഇൻഡിഗോ, സ്പൈസ് ജെറ്റ് വിമാന സർവീസുകൾ പൂർണ്ണമായും റദ്ദാക്കിയിട്ടുണ്ട്. അതേസമയം ശ്രീനഗർ വിമാനത്താവളത്തെ പാക് സേന ലക്ഷ്യം വെച്ചതായുള്ള റിപ്പോർട്ടുകൾ അടിസ്ഥാനരഹിതമെന്ന് കേന്ദ്രം അറിയിച്ചു. മറ്റു വാർത്തകളിലേക്ക്. ലോകത്തിനു മുന്നിൽ ആവേശത്തിന്റെ അലതല്ലും മായാത്ത കാഴ്ചകൾ ആവോളം സമ്മാനിച്ച തൃശൂർ പൂരാഘോഷ ചടങ്ങുകൾക്ക് സമാപനം. ആവേശകരമായ പകൽപൂരത്തിന് ശേഷം ശ്രീ വടക്കുന്നാഥനെയും പൂരപ്രേമികളെയും സാക്ഷിയാക്കി തിരുവമ്പാടി പാറമേക്കാവ് ഭഗവതിമാർ ഉപചാരം ചൊല്ലിപ്പിരിഞ്ഞു. അടുത്ത വർഷം വടക്കുംനാഥ സന്നിധിയിൽ സംഗമിക്കാമെന്ന സങ്കല്പത്തിൽ ഭഗവതിമാർ പിരിയുന്ന മുഹൂർത്തം ആത്മഹർഷത്തോടെയാണ് പൂരപ്രേമികൾ ഏറ്റുവാങ്ങിയത്. ഇരു ഭഗവതിമാരുടെയും തിടമ്പേറ്റിയ കൊമ്പന്മാർ തുമ്പിക്കൈ ഉയർത്തി 3 തവണ അഭിവാദ്യം ചെയ്തതോടെയാണ് വിടചൊല്ലൽ പൂർത്തിയായത്. പാർമേക്കാവിന് വേണ്ടി എറണാകുളം ശിവകുമാറും തിരുവമ്പാടിക്ക് വേണ്ടി ചന്ദ്രശേഖരനുമാണ് ഭഗവതിയുടെ തിടമ്പേറ്റിയത്. വടക്കുംനാഥനെ വണങ്ങി തട്ടക നിവാസികളുടെ അകമ്പടിയോടെയാണ് ഭഗവതിമാർ ക്ഷേത്രങ്ങളിലേക്ക് മടങ്ങിയത്. പകൽപൂരം ആസ്വദിക്കാനും ഉപചാരം ചൊല്ലലിന് സാക്ഷ്യം വഹിക്കാനുമായി വൻ ജനാവലിയാണ് ശ്രീമൂലസ്ഥാനത്തെത്തിയത്. അടുത്ത വർഷം 2026 ഏപ്രിൽ 26 ഞായറാഴ്ചയാണ് തൃശൂർ പൂരം. തിരുവമ്പാടി വിഭാഗം രാത്രി പൂരത്തിന്റെ ഭാഗമായുള്ള മടത്തിൽ വരവ് എഴുന്നള്ളിപ്പിനിടെ 2 ആനകൾ വിരണ്ടോടി 42 പേർക്ക് പരിക്കേറ്റു. എഴുന്നള്ളിപ്പ് CMS സ്കൂളിന് മുമ്പിൽ എത്തിയപ്പോഴാണ് ഊട്ടോളി രാമൻ എന്ന ആന വിരണ്ടോടിയത്. ഇത് കണ്ട് ഒപ്പമുണ്ടായിരുന്ന വട്ടപ്പൻകാവ് മണികണ്ഠൻ എന്ന ആനയും ഓടി. മണികണ്ഠനെ CMS സ്കൂളിന് മുമ്പിൽ വെച്ച് തന്നെ തളച്ചു. പഴയ നടക്കാവ് പാണ്ഡ്യ സമൂഹ മഠം റോഡിലേക്കാണ് ഊട്ടോളി രാമൻ ഓടിയത്. ഓട്ടം കണ്ട് പരിഭ്രാന്തരായ ആളുകളുടെ പരക്കം പാച്ചിലിൽ ചവിട്ടേറ്റും വീണും 42 പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരെ തൃശൂർ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആരുടെയും പരിക്ക് സാരമുള്ളതല്ല. വിരണ്ടോടിയ ആനപ്പുറത്തുണ്ടായിരുന്ന 3 പേർ 15 മിനിറ്റോളം നിലത്തിറങ്ങാൻ കഴിയാതെ കുടുങ്ങി. ആനയെ തളച്ച ശേഷം ഇവരെ സുരക്ഷിതമായി നിലത്തിറക്കുകയായിരുന്നു. റവന്യൂ മന്ത്രി കെ രാജനും കളക്ടർ അർജുൻ പാണ്ഡ്യനും ജനറൽ ആശുപത്രിയിൽ പരിക്കേറ്റവരെ സന്ദർശിച്ചു. തൃത്താല പടിഞ്ഞാറങ്ങാടിയിൽ യുവാവിന് മണ്ണ് മാഫിയയുടെ കുത്തേറ്റ് ഗുരുതര പരിക്ക്. കൂനമുച്ചി സ്വദേശികളായ മണ്ണ് മാഫിയ സംഘമാണ് കല്ലടത്തൂർ സ്വദേശിയായ ഷബീറിനെ മാരകായുധങ്ങളുമായി കുത്തി പരിക്കേൽപ്പിച്ചത്. പരിക്കേറ്റ ഷബീറിനെ എടപ്പാളിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പരിക്ക് ഗുരുതരമായതിനാൽ വിദഗ്ധ ചികിത്സയ്ക്കായി തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചൊവ്വാഴ്ച വൈകിട്ട് 8 മണിയോടുകൂടിയാണ് മാഫിയ സംഘത്തിന്റെ ആക്രമണം. ചരിത്രപ്രസിദ്ധമായ കാട്ടകമ്പാൽ പൂരാഘോഷം വർണ്ണാഭം. കാളി ദാരിക യുദ്ധത്തിന്റെ ആദ്യ ദിനത്തിലെ ചടങ്ങുകൾ പൂർത്തിയായി. കാളിയുമായുള്ള യുദ്ധത്തിന് തയ്യാറെടുക്കുന്ന ദാരികന്റെ പടപുറപ്പാടിന്റെ ഭാഗമായി തിങ്കളാഴ്ച വൈകിട്ട് ചെറിയ കുതിരവേല നടന്നു. ഭഗവതിയുടെ പടയൊരുക്കത്തിന്റെ ഭാഗമായി ചൊവ്വാഴ്ച രാത്രി വലിയ കുതിരവേലയും നടന്നു. പൂരദിവസമായ ബുധനാഴ്ച രാവിലെ ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകൾ നടന്നു. തുടർന്ന് ഭഗവതിയെ വലിയമ്പലത്തിലേക്ക് എഴുന്നള്ളിച്ചു. ഉച്ചയോടെ ദേശക്കാരുടെ ആനയും വാദ്യമേളങ്ങളുമായുള്ള എഴുന്നള്ളിപ്പുകൾ ആരംഭിച്ചു. ദേശം ചുറ്റി ഇവ വൈകിട്ട് ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു. കൊമ്പൻ ഐനിക്കുളങ്ങര മഹാദേവൻ ഭഗവതിയുടെ തിടമ്പേറ്റി. കേളിക്കൊട്ടിനൊടുവിൽ ക്ഷേത്രത്തിലെത്തുന്ന ദാരികരും കാളിയും
രഥത്തിലേറി ക്ഷേത്രത്തിലേക്ക് നീങ്ങി. മതിലകത്ത് വാക്പോരിനൊടുവിൽ ദാരികൻ മായയിൽ മറയുന്ന സങ്കല്പത്തിൽ പകൽപൂരം സമാപിച്ചു. വ്യാഴാഴ്ച രാവിലെ പാലക്കൽക്കാവിലെ പറയെടുപ്പിനു ശേഷം ക്ഷേത്രത്തിൽ എത്തുന്ന കാളിയും ദാരികരും വാക്പോര് തുടങ്ങും. പേടിച്ചോടിയൊളിക്കുന്ന ദാരികനെ കണ്ടെത്തി പ്രതീകാത്മക വധം നടത്തി കിരീടവുമായി കാളി മടങ്ങുന്നതോടെയാണ് പൂരത്തിന് സമാപനമാവുക. ക്ഷേത്രത്തിൽ പൂജകൾക്ക് ക്ഷേത്രം തന്ത്രിമാരായ കരകന്നൂർ വടക്കേടത്ത് നാരായണൻ നമ്പൂതിരിയും വാസുദേവൻ നമ്പൂതിരിയും മേൽശാന്തി സുബ്രഹ്മണ്യൻ നമ്പൂതിരിയും കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രം ഭരണസമിതി പ്രസിഡന്റ് KB സുധീപ്, സെക്രട്ടറി സഞ്ജയ് രാധാകൃഷ്ണൻ, ട്രഷറർ NR ജയപ്രകാശ് എന്നിവരടങ്ങിയ കമ്മിറ്റി നേതൃത്വം നൽകി. കാട്ടകാമ്പാൽ പൂരം CCTV തത്സമയം സംപ്രേഷണം ചെയ്തിരുന്നു. പ്രസക്ത ഭാഗങ്ങൾ പിന്നീട് സംപ്രേഷണം ചെയ്യും. പാലപ്പെട്ടിയിലുണ്ടായ വാഹന അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന വിദ്യാർത്ഥിനി മരിച്ചു. തിരുവത്ര ചെങ്കോട്ട നഗറിൽ കേരൻ്റകത്ത് മുഹമ്മദിന്റെ മകൾ 17 വയസ്സുള്ള റിസാനയാണ് മരിച്ചത്. ഏപ്രിൽ 29-ന് മാതാവിന്റെ വീടായ പാലപ്പെട്ടിയിൽ നിന്നും തിരുവത്രയിലേക്ക് വരുന്നതിന് ബസ് കയറാൻ റോഡ് മുറിച്ച് കടക്കുന്നതിനിടെ കാർ ഇടിക്കുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ബുധനാഴ്ച ഉച്ചയ്ക്ക് 2 മണിയോടെയായിരുന്നു മരണം. ചാവക്കാട് കൊമേഴ്സ് കോളേജിൽ +2 വിദ്യാർത്ഥിനിയായിരുന്നു. നടപടികൾക്ക് ശേഷം ഖബറടക്കം വ്യാഴാഴ്ച നടക്കും. ബീനയാണ് മാതാവ്. റിസാൽ സഹോദരനാണ്. പാവർട്ടി സെന്റ് ജോസഫ് തീർത്ഥകേന്ദ്രത്തിലെ യൗസേ പിതാവിന്റെ 149-ാം മധ്യസ്ഥ തിരുനാൾ മെയ് 9, 10, 11 തീയതികളിൽ ആഘോഷിക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായി. മെയ് 9 വെള്ളിയാഴ്ച രാത്രി 7 മണിക്ക് പാവർട്ടി ആശ്രമാധിപൻ ഫാദർ ജോസഫ് ആലപ്പാട്ട് ദേവാലയ ദീപാലങ്കാരത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിക്കുന്നതോടെ തിരുനാൾ ആഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കും. 7:30-ന് തിരുമുറ്റ മെഗാ ഫ്യൂഷൻ നടക്കും. മെയ് 10 ശനിയാഴ്ച രാവിലെ 10 മണിക്ക് തൃശൂർ അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജെയ്സൺ കൂനംപ്ലാക്കലിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന നൈവേദ്യ പൂജയ്ക്ക് ശേഷം നേർച്ച ഭക്ഷണം ആശീർവദിക്കുന്നതോടെ ഊട്ടുതിരുനാളിന് തുടക്കമാകും. ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് 2 മണിവരെ തുടരുന്ന ഊട്ടുനേർച്ചയിൽ 1.5 ലക്ഷത്തോളം വിശ്വാസികൾ പങ്കെടുക്കും. കൂടാതെ അരി, അവിൽ പാക്കറ്റുകളും നേർച്ചയായി വിതരണം ചെയ്യും. വൈകിട്ട് 5:30-ന് രാമനാഥപുരം രൂപതാ മെത്രാൻ മാർ പോൾ ആലപ്പാട്ടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന സമൂഹബലിക്ക് ശേഷം ഭക്തിസാന്ദ്രമായ കൂടുതുറക്കൽ ശുശ്രൂഷ ഉണ്ടാകും. രാത്രി 8 മണിക്ക് മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാർ നേതൃത്വം നൽകുന്ന 101 കലാകാരന്മാരെ അണിനിരത്തിക്കൊണ്ടുള്ള തിരുനടയ്ക്കൽ മേളം അരങ്ങേറും. രാത്രി വിവിധ കുടുംബ കൂട്ടായ്മകളുടെ നേതൃത്വത്തിലുള്ള വള എഴുന്നള്ളിപ്പുകൾ തീർത്ഥകേന്ദ്രത്തിലെത്തും. മെയ് 11 ഞായറാഴ്ച പുലർച്ചെ 4:30 മുതൽ തുടർച്ചയായി ദിവ്യബലി ഉണ്ടാകും. രാവിലെ 9 മണിക്ക് ഇംഗ്ലീഷ് കുർബാനയും ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് തമിഴ് കുർബാനയും ഉണ്ടാകും. രാവിലെ 10 മണിക്ക് നടക്കുന്ന ആഘോഷമായ തിരുനാൾ പാട്ട് കുർബാനയ്ക്ക് ഫാദർ പോൾ തേക്കനാത്ത് മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഫാദർ അലക്സ് മറൌട്ടിക്കൽ തിരുനാൾ സന്ദേശം നൽകും. വൈകിട്ട് 4 മണിക്ക് നടക്കുന്ന ദിവ്യബലിക്ക് ശേഷം ഭക്തിനിർഭരമായ തിരുനാൾ പ്രദക്ഷിണം ഉണ്ടാകും. വൈകിട്ട് 7 മണിക്ക് നടക്കുന്ന ദിവ്യബലിയോടെ തിരുനാൾ ആഘോഷങ്ങൾക്ക് സമാപനം കുറിക്കും. മെയ് 12 മുതൽ 17 വരെ എല്ലാ ദിവസവും വൈകിട്ട് 5:30-ന് ദിവ്യബലിയും രാത്രി 7 മുതൽ 10 വരെ കലാസന്ധ്യയും ഉണ്ടാകും. തിരുനാളിനോടനുബന്ധിച്ച് 1 കോടിയിലധികം രൂപയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തും. കൊടിയേറ്റം മുതൽ 8-ാമിട തിരുനാൾ ദിനമായ മെയ് 18 വരെ തീർത്ഥകേന്ദ്രത്തിന് കീഴിലുള്ള സാന്റ് ജോസ് ഹോസ്പിറ്റലിൽ OP ടിക്കറ്റ് സൗജന്യമായിരിക്കും.
പാവപ്പെട്ട 500 രോഗികൾക്ക് സെന്റ് ജോസ് ഹോസ്പിറ്റലിൽ സൗജന്യ ഡയാലിസിസും നടത്തും. ശതോത്തര ജൂബിലിക്ക് ആരംഭം കുറിക്കുന്നതിന്റെ ഭാഗമായി 1 വർഷത്തിനുള്ളിൽ ജാതിമതഭേദമന്യേ പാവപ്പെട്ടവർക്കായി 5 വീടുകൾ നിർമ്മിച്ചു നൽകുന്ന പദ്ധതിക്ക് രൂപം നൽകിയിട്ടുണ്ട്. ചികിത്സ, ഭവന നിർമ്മാണം, വിവാഹം, വിദ്യാഭ്യാസം തുടങ്ങിയ ആവശ്യങ്ങൾക്കായി സഹായം ആവശ്യപ്പെടുന്ന പാവപ്പെട്ടവർക്ക് സഹായധനം നൽകുന്നതിനുള്ള അപേക്ഷകൾ സ്വീകരിച്ചു തുടങ്ങിയതായും തീർത്ഥകേന്ദ്രം റക്ടർ ഡോക്ടർ ആന്റണി ചെമ്പകശ്ശേരി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മാനേജിംഗ് ട്രസ്റ്റി ഒ.ജെ. ഷാജൻ, പബ്ലിസിറ്റി കമ്മിറ്റി കൺവീനർ ജോൺ ഒ. പുലിക്കോട്ടിൽ, പബ്ലിസിറ്റി കമ്മിറ്റി സെക്രട്ടറി വി.എസ്. സെബി, എൻ.ജെ. ലിയോ, സി.സി. ജോസ് എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. പാവറട്ടി സെന്റ് ജോസഫ് തീർത്ഥകേന്ദ്രത്തിലെ തിരുനാളിനോടനുബന്ധിച്ച് തെക്കുഭാഗം വെടിക്കെട്ട് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുറത്തിറക്കിയ തിരുനാൾ സപ്ലിമെന്റ് പ്രകാശനം ചെയ്തു. തീർത്ഥകേന്ദ്രം റക്ടർ ഡോക്ടർ ആന്റണി ചെമ്പകശ്ശേരി പ്രകാശന കർമ്മം നിർവഹിച്ചു. തെക്കുഭാഗം വെടിക്കെട്ട് കമ്മിറ്റി പ്രസിഡന്റ് കെ.എഫ്. ലാൻസൺ അധ്യക്ഷനായി. തിരുമുറ്റമേളം മെഗാ ഫ്യൂഷൻ കൺവീനർ ജീൻ വർഗീസ്, സെക്രട്ടറി ജോൺ ബെന്നിസ്, ട്രഷറർ ജിൽസ് പാവറട്ടി, ലിജോ പീറ്റർ, എ.ജെ. ജോയ്, സി.ജെ. ഫ്രാൻസിസ്, ഒ.വി. ജോസ്, ടി.ഐ. സൈമൺ, വിജു മേലിട്ട്, വി.വി. ജോർജ്, ട്രസ്റ്റി വി.ജെ. വിൻസെന്റ്, തീർത്ഥകേന്ദ്രം പി.ആർ.ഒ. റാഫി നീലങ്കാവിൽ എന്നിവർ സന്നിഹിതരായിരുന്നു. അഞ്ചങ്ങാടി ഞോളി റോഡിൽ കാറും സ്കൂട്ടറും ഇടിച്ച് അപകടം 2 പേർക്ക് പരിക്കേറ്റു. പുന്ന സ്വദേശി അറക്കൽ വീട്ടിൽ ഷെജീർ, ബന്ധു അജ്മൽ എന്നിവർക്കാണ് പരിക്കേറ്റത്. PM മൊയ്തീൻ ഷാ മെമ്മോറിയൽ ആംബുലൻസ് പ്രവർത്തകർ പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആളൂരിൽ നിയന്ത്രണം വിട്ട സ്കോർപിയോ താഴ്ചയിലേക്ക് മറിഞ്ഞു. ആളൂർ പാലത്തിന് സമീപത്താണ് കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയോടെ അമിത വേഗതയിലായിരുന്ന സ്കോർപിയോ നിയന്ത്രണം വിട്ട് താഴ്ചയിലേക്ക് മറിഞ്ഞത്. തൃശൂർ കുറ്റിപ്പുറം പാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥർ സഞ്ചരിച്ചിരുന്ന വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. വാഹനത്തിലുണ്ടായിരുന്നവർ നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. പാലത്തിന് മുൻപായുള്ള വളവിൽ വെച്ച് നിയന്ത്രണം വിട്ട സ്കോർപിയോ റോഡിന്റെ വശങ്ങളിൽ സ്ഥാപിച്ച സംരക്ഷണ തൂണുകൾ ഇടിച്ച് തെറിപ്പിച്ചാണ് താഴ്ചയിലേക്ക് പതിച്ചത്. വാഹനം ഓടിച്ചിരുന്നയാൾ ഉറങ്ങിയതോ മദ്യലഹരിയിലായിരുന്നതോ ആകാം അപകട കാരണമെന്നാണ് സൂചന. മദ്യക്കുപ്പിയും വെള്ളം ബോട്ടിലും വാഹനത്തിന് സമീപത്തായി കിടക്കുന്നുണ്ട്. താഴ്ചയിലേക്ക് മറിഞ്ഞ വാഹനം അപകടത്തിൽപ്പെട്ടതിനെ തുടർന്ന് സമീപവാസികളുടെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം നടത്തി. വേലൂർ സെന്റ് ഫ്രാൻസിസ് സേവിയർ ഫൊറോന ദേവാലയത്തിലെ ഫ്രാൻസിസ് സേവിയറിന്റെയും റോസ പുണ്യവതിയുടെയും 301 സംയുക്ത ഊട്ടുതിരുനാൾ ആഘോഷത്തിന് തുടക്കമായി. എരുമപ്പെട്ടി ഫൊറോന വികാരി ഫാദർ ജോഷിയാളൂരിന്റെ കാർമ്മികത്വത്തിൽ തിരുനാൾ കൊടിയേറ്റം നടന്നു. ദീപാലങ്കാരത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മം വെള്ളാറ്റഞ്ഞൂർ പള്ളി വികാരി ഫാദർ ജിയോ ചിരിയങ്കണ്ടത്ത് നിർവഹിച്ചു. വളയെടുപ്പ് ദിനത്തിൽ വിശുദ്ധ കുർബാന, വളവെഞ്ചിരിപ്പ്, പാട്ടുകുർബാന, പ്രസിദ്ധേന്തി വാഴ്ച, കൂടുതുറക്കൽ ശുശ്രൂഷ, രൂപം എഴുന്നള്ളിച്ചുവെക്കൽ എന്നിവ നടന്നു. തയ്യൂർ പള്ളി വികാരി ഫാദർ ഗ്രിജോ മുരിങ്ങത്തേരി കാർമ്മികനായി. ഫാദർ ജിജി ജോസ് മാളിയേക്കൽ സഹകാർമ്മികനായി. തുടർന്ന് ഫാൻസി വെടിക്കെട്ടും നടന്നു. തിരുനാൾ ദിനമായ വ്യാഴാഴ്ച ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയ്ക്ക് ഫാദർ ഫ്രാൻസിസ് പുത്തൂകര കാർമ്മികനാകും. ഫാദർ ജീസ് അക്കരപ്പട്ടിയേക്കൽ സന്ദേശം നൽകും. ആഘോഷ പരിപാടികൾക്ക് ഫൊറോന വികാരി റാഫേൽ താണിശ്ശേരി, അസിസ്റ്റന്റ് വികാരി ഫാദർ ജിജി മാളിയേക്കൽ, ജനറൽ കൺവീനർ മറഡോണ പീറ്റർ, കൈക്കാരന്മാരായ സാബു കുറ്റിക്കാട്ട്, ഔസേപ്പ് വാഴപ്പള്ളി, ബാബു ജോർജ് താണിക്കൽ, ജോസഫ് പുലിക്കോട്ടിൽ, പബ്ലിസിറ്റി കൺവീനർ ബിജു പി ജോസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. കടപ്പുറം പഞ്ചായത്ത് അഴിമുഖം 9-ാം വാർഡിലെ 35-ാം നമ്പർ അങ്കണവാടിയിൽ നിന്നും വിരമിക്കുന്ന ഹെൽപ്പർ വാഹിദയ്ക്ക് ഊഷ്മളമായ യാത്രയയപ്പ് നൽകി. പഞ്ചായത്ത് പ്രസിഡന്റ് സാലിഹ ഷൌക്കത്ത് ഉദ്ഘാടനം ചെയ്തു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം വി പി മൻസൂർ അലി അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ സമീറ ഷെരീഫ്, പഞ്ചായത്ത് അംഗം ഗഫൂർ, ICDS സൂപ്പർവൈസർ ഷീബ, പൊതുപ്രവർത്തകനും ALMC അംഗവുമായ പുതിയടത്ത് ഷിഹാബ്, അംഗൻവാടി അധ്യാപകർ, കുടുംബശ്രീ അംഗങ്ങൾ തുടങ്ങിയവർ സംബന്ധിച്ചു. ഉപഹാര സമർപ്പണവും നടന്നു. യാത്രയയപ്പിന് വാഹിദ നന്ദി പറഞ്ഞു. അണ്ടത്തോട് കടൽഭിത്തി നിർമ്മാണം, മഴവിൽ സഖ്യത്തിനെതിരെ പ്രതിഷേധം, തീരദേശ നിവാസികളെ കടൽക്ഷോഭത്തിലേക്ക് തള്ളിയിടാനുള്ള കുൽസിത നീക്കമെന്ന് CPIM. തീരപ്രദേശത്തെ കടൽഭിത്തി നിർമ്മാണത്തിനെതിരെയുള്ള കോൺഗ്രസ്, മുസ്ലിം ലീഗ്, SDPI, ജമാഅത്തെ ഇസ്ലാമി എന്നീ സഖ്യം നടത്തുന്ന പ്രതിഷേധം തീരദേശ ജനങ്ങളെ കടൽക്ഷോഭ ദുരിതം ഉണ്ടാക്കുവാനുള്ള നീക്കമാണെന്ന് CPM ചാവക്കാട് ഏരിയ കമ്മിറ്റി കുറ്റപ്പെടുത്തി. പുന്നേർകുളം തീരപ്രദേശത്ത് കടൽക്ഷോഭം രൂക്ഷമാവുകയും തീരം കടലെടുക്കുകയും ചെയ്യുന്ന സാഹചര്യമാണുള്ളത്. ഈ സാഹചര്യത്തിൽ പുന്നേർകുളത്ത് കടൽഭിത്തി നിർമ്മിക്കണമെന്ന ആവശ്യം NK അക്ബർ MLA സർക്കാരിന് മുമ്പാകെ സമർപ്പിച്ചു. 2022-23 വർഷത്തെ ബജറ്റിൽ 4.5 കോടി രൂപ വകയിരുത്തുകയും ചെയ്തു. ഇറിഗേഷൻ വകുപ്പ് സ്ഥലത്ത് വിശദമായ പഠനം നടത്തിയതിനു ശേഷമാണ് കടൽഭിത്തി നിർമ്മിക്കണം എന്ന തീരുമാനമെടുത്തത്.
ഇറിഗേഷൻ വകുപ്പിന്റെ കീഴിലുള്ള കോസ്റ്റൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് പഠനം നടത്തി കടൽഭിത്തി നിർമ്മിക്കേണ്ട സ്ഥലം കണ്ടെത്തി. ഇതേ തുടർന്ന് പഞ്ചായത്തിൽ എംഎൽഎയുടെ അധ്യക്ഷതയിൽ ഇപ്പോൾ സമരത്തിലുള്ള UDF പ്രതിനിധികളടക്കം പങ്കെടുത്ത് പഞ്ചായത്ത് പ്രസിഡന്റിന്റെയും അംഗങ്ങളുടെയും ഇറിഗേഷൻ വകുപ്പ് ഉദ്യോഗസ്ഥരുടെയും യോഗത്തിലാണ് കടൽഭിത്തി നിർമ്മിക്കേണ്ട സ്ഥലം സംബന്ധിച്ച് തീരുമാനത്തിലെത്തിയത്. ടെൻഡർ ചെയ്ത് പ്രവൃത്തി നടത്തുന്നതിന് കല്ലെത്തിക്കുന്ന സാഹചര്യത്തിൽ കടൽഭിത്തി യാഥാർത്ഥ്യമാവുകയാണ് എന്ന് കണ്ട ചിലർ ചർച്ച നടത്തണമെന്നാവശ്യപ്പെട്ട് രംഗത്ത് വരികയായിരുന്നു. തുടർന്ന് MLAയുമായി ഓഫീസിൽ വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ നേരിട്ട് ചർച്ച നടത്തി ആശങ്ക പരിഹരിച്ചിരുന്നു. പഞ്ചായത്ത് ഹാളിൽ വിവിധ കക്ഷി നേതാക്കളുടെ യോഗം ചേർന്ന് നിലവിൽ അനുമതി ലഭിച്ച പ്രദേശത്ത് കടൽഭിത്തി നിർമ്മിക്കാനും ബാക്കിയുള്ള പ്രദേശങ്ങളിലേക്ക് കൂടി കടൽഭിത്തി നിർമ്മിക്കുന്നതിന് സർക്കാരിനോട് രേഖാമൂലം അഭ്യർത്ഥിക്കുവാനും ധാരണയായിട്ടുണ്ടായിരുന്നു. പുന്നയൂർകുളത്തിന്റെയും ഗുരുവായൂരിന്റെയും സമഗ്ര വികസനം ചിലരെയെങ്കിലും വിരളി പിടിപ്പിച്ചതിന്റെ ഭാഗമാണ് തീരദേശ നിവാസികളെ കടൽക്ഷോഭത്തിലേക്ക് തള്ളിവിട്ട് ദുരിതത്തിലാക്കാനുള്ള പ്രതിഷേധവുമായി രംഗത്ത് വന്നത്. MLA ഫണ്ട് കൂടി പ്രയോജനപ്പെടുത്തി 4.75 കോടി രൂപയുടെ കെട്ടിടമാണ് അണ്ടത്തോട് സ്കൂളിൽ ഒരുങ്ങുന്നത്. 1.87 കോടി രൂപയുടെ അണ്ടത്തോട് രജിസ്ട്രാർ ഓഫീസ് യാഥാർത്ഥ്യമായി. കോടികൾ ചെലവഴിച്ച തീരദേശ റോഡ് പുനരുദ്ധാരണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി മികച്ച തദ്ദേശ റോഡുകൾ, ലക്ഷക്കണക്കിന് രൂപയുടെ സ്മാർട്ട് അങ്കണവാടികൾ, കോടിക്കണക്കിന് രൂപ ചെലവാക്കി അണ്ടത്തോട് കുടുംബാരോഗ്യ കേന്ദ്രത്തിന് പുതിയ കെട്ടിടവും യാഥാർത്ഥ്യമാക്കിയിട്ടുണ്ട്. പഞ്ചായത്തിലെ വികസന നേട്ടങ്ങളിൽ പരിഭ്രാന്തരായവരാണ് പുതിയ രാഷ്ട്രീയ നാടകവുമായി ഇറങ്ങിത്തിരിച്ചിട്ടുള്ളത്. തീരത്തെ ജനങ്ങളുടെ ക്ഷേമത്തിനായുള്ള കടൽഭിത്തി അടക്കമുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളെ ആക്ഷേപിക്കുന്ന തരത്തിലുള്ള UDF, SDPI, ജമാഅത്ത് ഇസ്ലാമി സഖ്യത്തിന് കാപഢ്യം തിരിച്ചറിയണമെന്ന് ഏരിയ സെക്രട്ടറി ശിവദാസൻ അഭ്യർത്ഥിച്ചു. RMPA നേതൃത്വത്തിൽ കുന്നംകുളത്ത് TP ചന്ദ്രശേഖരൻ രക്തസാക്ഷി ദിനാചരണം സംഘടിപ്പിച്ചു. നഗരകേന്ദ്രത്തിൽ നടത്തിയ അനുസ്മരണ പൊതുയോഗം RMPA സംസ്ഥാന കമ്മിറ്റി അംഗം KP പ്രകാശൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ കമ്മിറ്റി അംഗം KP സുധീർ അനുസ്മരണ പ്രഭാഷണം നടത്തി. ജില്ലാ കമ്മിറ്റി അംഗം KB ശശികുമാർ അധ്യക്ഷത വഹിച്ചു. സോമൻ ചെറുകുന്ന്, PK ബിനീഷ്, CT അനീഷ്, ES സുബ്രഹ്മണ്യൻ, കൗൺസിലർമാരായ ബീന രവി, റീജ സലീൽ, സന്ദീപ് ചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. VK തമ്പി സ്വാഗതവും TA ബാലചന്ദ്രൻ നന്ദിയും പറഞ്ഞു. തൂവാനൂർ ശ്രീ പാലത്തും ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിനവും പൂര മഹോത്സവവും വ്യാഴാഴ്ച ആഘോഷിക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായി. രാവിലെ 5-ന് നട തുറക്കലിന് ശേഷം നിർമ്മാല്യ ദർശനം, തുടർന്ന് അഭിഷേകം, മലർനിവേദ്യം എന്നിവ നടക്കും. ഗണപതി ഹോമത്തിന് ശേഷം 7 മണിക്ക് ഭക്തജനങ്ങൾ പട്ടും വാളും സമർപ്പിക്കലിന് സൗകര്യമുണ്ടാകും. ജ്യോതിദാസ് ഗുരുവായൂർ അവതരിപ്പിക്കുന്ന സോപാന സംഗീതം, യജ്ഞാചാര്യൻ കൃഷ്ണാനന്ദ സരസ്വതി സ്വാമികളുടെ നേതൃത്വത്തിൽ ദേവീ മാഹാത്മ്യ പാരായണവും പ്രതിഷ്ഠാദിന ചടങ്ങിന്റെ ഭാഗമായി നടക്കും. ഉച്ചയ്ക്ക് 2-ന് തൂവാനൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നിന്നും ഭഗവതിയുടെ തിടമ്പെഴുന്നള്ളിപ്പ് ആരംഭിക്കും. 3 മണി മുതൽ 5:30 വരെ നടക്കൽ മേളം അരങ്ങേറും. രാത്രി 11:30-ന് മഹാഗുരുതി ദർപ്പണവും മംഗളപൂജയ്ക്ക് ശേഷം നട അടയ്ക്കും. ക്ഷേത്രം തന്ത്രി താമറ്റൂർ നാരായണൻ നമ്പൂതിരിപ്പാട്, മേൽശാന്തി കാലകണ്ഠൻ വിബീഷ് എന്നിവർ പ്രതിഷ്ഠാദിന ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിക്കും. പ്രതിഷ്ഠാദിനത്തോടനുബന്ധിച്ച് ഭക്തജനങ്ങൾക്കായി പ്രസാദഊട്ടും ഉണ്ടാകും. ചൊവ്വ, ബുധൻ ദിവസങ്ങളിലായി പ്രശസ്ത കലാകാരന്മാർ അവതരിപ്പിക്കുന്ന കലാപരിപാടികൾ ക്ഷേത്രാങ്കണത്തിൽ അരങ്ങേറും. ക്ഷേത്രം രക്ഷാധികാരി ബാബുരാജ് കേച്ചേരി, ക്ഷേത്രസമിതി പ്രസിഡന്റ് സുധീർ ചൂണ്ടൽ, സെക്രട്ടറി CG നിഖിൽ, ട്രഷറർ PV അനിരുദ്ധൻ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകും. തൂവാനൂർ പാലത്തും ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനത്തോടനുബന്ധിച്ചുള്ള കലാപരിപാടികൾക്ക് തുടക്കമായി. ക്ഷേത്രാങ്കണത്തിൽ നടന്ന സാംസ്കാരിക സമ്മേളനം സ്വാമി കൃഷ്ണാനന്ദ സരസ്വതി ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്രം സമിതി പ്രസിഡന്റ് സുധീർ ചൂണ്ടൽ അധ്യക്ഷനായി. ചലച്ചിത്ര സീരിയൽ താരവും പുതുശ്ശേരി അയ്യങ്കുളങ്ങര ഭഗവതി ക്ഷേത്ര സമിതി പ്രസിഡന്റുമായ ചന്ദ്രശേഖരൻ പുതുശ്ശേരി, ഗുരുവായൂർ ദേവസ്വം മുൻ ജീവനക്കാരൻ അശോകൻ നെല്ലിക്കൽ, ചൂണ്ടൽ പാറപ്പുറം മഹാവിഷ്ണു ക്ഷേത്ര സമിതി പ്രസിഡന്റ് മുകുന്ദൻ മാടത്തുമ്പുര, ക്ഷേത്രം രക്ഷാധികാരി ബാബുരാജ് കേച്ചേരി, ക്ഷേത്രം മേൽശാന്തി കാലകണ്ഠൻ വിബീഷ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് കാണിപ്പയൂർ, ഉഭയൂർ ശിവക്ഷേത്രം, കൃഷ്ണവേണി സീനിയർ ഗ്രൂപ്പ് എന്നീ സംഘങ്ങൾ അവതരിപ്പിച്ച തിരുവാതിരക്കളിയും വിവിധ നൃത്യങ്ങളും അരങ്ങേറി. 2ാം ദിവസമായ ബുധനാഴ്ച പ്രശസ്ത യുവനർത്തകി ഐശ്വര്യലക്ഷ്മിയുടെ ശാസ്ത്രീയ നൃത്തവും തായങ്കാവ് ധ്വനി, ചൂണ്ടൽ ശ്രീലക്ഷ്മി എന്നീ സംഘങ്ങളുടെ നൃത്യങ്ങളും അരങ്ങേറും. മന്നലാംകുന്ന് ബീച്ച് റോഡിൽ K കരുണാകരൻ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ സ്ഥാപിച്ച ട്രാഫിക് മിററും
കേരള വിഷന്റെ സെറ്റ് ടോപ്പ് ബോക്സ്, കേബിളുകൾ എന്നിവ സാമൂഹ്യ വിരുദ്ധർ നശിപ്പിച്ചതായി പരാതി. കിണർ ബീച്ചിൽ രാമച്ചപ്പാടത്ത് നിർത്തിയിട്ടിരുന്ന ഹിറ്റാച്ചിയും ദിവസങ്ങൾക്ക് മുമ്പിൽ കത്തിച്ചിരുന്നു. പ്രതികളെ കണ്ടെത്തി മാതൃകാപരമായ ശിക്ഷ നൽകണമെന്നാവശ്യപ്പെട്ട് വടക്കേക്കാട് പോലീസിൽ പരാതി നൽകി. തീരദേശ മേഖലയിൽ രാത്രികാല പട്രോളിംഗ് ശക്തമാക്കണമെന്നും ഇവർ ആവശ്യപ്പെട്ടു. യോഗത്തിൽ വർക്കിംഗ് പ്രസിഡന്റ് ഷാഹുൽ പള്ളത്ത് അധ്യക്ഷത വഹിച്ചു. ഷഹീർ പടിഞ്ഞാറയിൽ, ഷംറൂദ്, യൂസഫ് തണ്ണിത്തുറയ്ക്കൽ, ജനറൽ കൺവീനർ സുൽത്താൻ മന്ദലാങ്കുന്ന്, ട്രഷറർ അലി തണ്ണിത്തുറയ്ക്കൽ തുടങ്ങിയവർ സംസാരിച്ചു. മരത്തങ്കോട് വെൽഫെയർ അസോസിയേഷന്റെ കീഴിലുള്ള 3.5 സെന്റ് സ്ഥലവും കെട്ടിടവും കടങ്ങോട് പഞ്ചായത്തിന് കൈമാറി. 1972 CC ഈപ്പൻ, TT ചേരപ്പൻ, VM സുബ്രഹ്മണ്യൻ മാസ്റ്റർ എന്നിവരുടെ നേതൃത്വത്തിൽ നാടിന്റെയും ജനങ്ങളുടെയും ഉന്നമനത്തിനായി രൂപീകരിച്ച സംഘടനയുടെ സ്ഥലവും കെട്ടിടവുമാണ് പഞ്ചായത്തിന്റെ പുരോഗമന പ്രവർത്തനങ്ങൾക്കായി വിട്ടുനൽകിയത്. മരത്തങ്കോട് ഹൈസ്കൂളിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലത്ത് പഞ്ചായത്ത് കുടിവെള്ള പദ്ധതി ടാങ്ക് സ്ഥാപിക്കാനായി അസോസിയേഷൻ സ്ഥലം നൽകിയിരുന്നു. അസോസിയേഷൻ പ്രസിഡന്റ് സാജൻ സക്കറിയയുടെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ ആധാരം ഏറ്റുവാങ്ങി. പഞ്ചായത്ത് വഴികളുടെ വികസനത്തിനു പോലും 1 മീറ്റർ സ്ഥലം പോലും വിട്ടുതരാൻ തയ്യാറാകാത്ത കാലത്തിൽ പഞ്ചായത്തിന്റെ വികസനത്തിനായി സ്ഥലം വിട്ടുനൽകിയ അസോസിയേഷൻ ഭാരവാഹികളെ പ്രസിഡന്റ് അഭിനന്ദിച്ചു. മരത്തങ്കോട് മേഖലയിലെ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന പദ്ധതി ആരംഭിക്കുമെന്നും പ്രസിഡന്റ് പറഞ്ഞു. ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ KK മണി, വാർഡ് മെമ്പർ ടെസി ഫ്രാൻസിസ്, സെക്രട്ടറി അനൂപ് സക്കറിയ, പഞ്ചായത്ത് ആസൂത്രണ സമിതി അംഗം ഡോക്ടർ ജോൺസൺ ആളൂർ, ഫ്രാൻസിസ് കൊള്ളന്നൂർ, വിജയൻ മാസ്റ്റർ, പോൾസൺ താം എന്നിവർ സംസാരിച്ചു. വലിയൊരു പരിപാടിക്ക് 1 ഇഞ്ച് സ്ഥലം പോലും വിട്ടുകൊടുക്കാത്ത ജനങ്ങൾ, ഒരു വഴിക്ക് പോലും നമ്മൾ സ്ഥലത്തിന് കിട്ടുമ്പോൾ ഏകദേശം 1 മീറ്റർ വഴി ഉണ്ടാവുള്ളൂ. ഒരു 1/2 മീറ്ററും കൂടി ആയാൽ നമ്മളത് കോൺക്രീറ്റ് ചെയ്തു തരാമെന്ന് പറഞ്ഞാൽ കൂടി ഈ ഇടവഴികളിൽ കൂടി നടന്നുപോയി 1 മീറ്റർ വഴിയുടെ 2 സൈഡിലും മതിൽ കെട്ടി 1 ഇഞ്ച് വിട്ടു തരാത്ത ആൾക്കാരുള്ള ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു സ്ഥലം എന്തായാലും ഒരു വെൽഫെയറിൻ്റെ പേരിലാണെങ്കിൽ കൂടി ഒരു നമുക്ക് ജനങ്ങൾക്ക് ഉപയോഗമാവട്ടെ എന്നുള്ള രീതിയിൽ തന്നെ വിട്ടു തന്നതാണ് ഈ ഭൂമി. അപ്പോൾ എന്തായാലും നിങ്ങൾ വയലത്തൂർ വിശുദ്ധ കുര്യാക്കോസ് സഹദായുടെ കത്തോലിക്ക ദേവാലയത്തിലെ 143-ാം സംയുക്ത തിരുനാൾ ആഘോഷം ഭക്തി നിർഭരം. തിരുനാൾ ദിനമായ ചൊവ്വാഴ്ച രാവിലെ 10-ന് ആഘോഷമായ തിരുനാൾ ദിവ്യബലി നടന്നു. തൃശൂർ അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് കോന്നിക്കര, ഫാദർ ബിജു ഇടയാളിക്കുടിയിൽ, ഫാദർ കനേഡിയൻ ഫ്രാൻസിസ് തണ്ടാശ്ശേരി തുടങ്ങിയവർ കാർമ്മികത്വം വഹിച്ചു. വൈകിട്ട് 5:30-ന് തിരുനാൾ പ്രദക്ഷിണം. ആറ്റുപുറം ഇടവക ദേവാലയം വികാരി ഡെന്നീസ് മാറോക്കി എന്നിവർ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് 7:30-ന് ബാൻഡ് വാദ്യവും വർണ്ണമഴയും ഉണ്ടായി. കടപ്പുറം പഞ്ചായത്തിൽ 2ാം നമ്പർ അങ്കണവാടിക്ക് ഇനി സ്വന്തമായി ഭൂമിയായി. കെട്ടിടത്തിന് MLA ഫണ്ടുമായതോടെ നാടിന്റെ സ്വപ്നം യാഥാർത്ഥ്യത്തിലേക്ക്. പഞ്ചായത്തിലെ അഴിമുഖം 9ാം വാർഡിൽ 2ാം നമ്പർ അങ്കണവാടി വർഷങ്ങളായി വാടക കെട്ടിടത്തിലാണ് പ്രവർത്തിച്ചു വരുന്നത്. കടപ്പുറം പഞ്ചായത്ത് 1,25,000 രൂപയും അങ്കണവാടി ALM-SC കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 1,22,500 രൂപ സുമനസ്സുകളിൽ നിന്നും സമാഹരിച്ചുമാണ് 3 സെന്റ് സ്ഥലം വാങ്ങിയത്. ആധാരം വാർഡ് മെമ്പർ സമീറ ഷെരീഫ്, കടപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് സാലിഹ ഷൗക്കത്ത്, പഞ്ചായത്ത് സെക്രട്ടറി റാഫി എന്നിവർ ഏറ്റുവാങ്ങി. ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് കാഞ്ചന മൂക്കൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VP മൻസൂർ അലി, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സുബ്രഹ്മണ്യൻ, പഞ്ചായത്ത് മെമ്പർമാരായ ഗഫൂർ, നാസിഫ്, സുനിത പ്രസാദ്, ഷീജ, പ്രസന്ന ചന്ദ്രൻ, പഞ്ചായത്ത് ക്ലർക്ക് KK അലിമോൻ, ALM-SC അംഗങ്ങളായ PM ബീരു, പ്രേമൻ, ഹരിദാസ് തുടങ്ങിയവർ സംബന്ധിച്ചു. ആവേശമായി ട്രിപ്പിൾ തായമ്പക. തിരുവെങ്കിടാചലപതി ക്ഷേത്ര ബ്രഹ്മോത്സവത്തോടനുബന്ധിച്ച് 6ാം ദിനത്തിൽ മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാർ, മട്ടന്നൂർ ശ്രീകാന്ത്, മട്ടന്നൂർ ശ്രീരാജ് എന്നിവർ ചേർന്നാണ് ട്രിപ്പിൾ തായമ്പക നടത്തിയത്. തൃശൂർ പൂരദിനത്തിൽ മടത്തിൽ വരവിലും ഇലഞ്ഞിത്തറയിലും പെയ്തിറങ്ങിയ വാദ്യവിസ്മയത്തിന്റെ തകർപ്പൻ പെരുമഴയിൽ പൂരപ്രേമികൾ അലിഞ്ഞു ചേർന്ന ദിനത്തിൽ തന്നെയാണ് തിരുവെങ്കിടാചലപതി ക്ഷേത്ര സന്നിധാനത്തിലും മട്ടന്നൂരും മക്കളും വാദ്യതാളപ്പെരുക്കത്തിൽ കത്തിക്കയറി തായമ്പകയിൽ വിരുന്നൊരുക്കിയത്. വാദ്യമേള വിസ്മയം ആസ്വദിക്കാൻ നിരവധി പേരാണ് എത്തിയത്. പാറന്നൂർ സെന്റ് ജോസഫ് ഇടവക ദേവാലയത്തിലെ സംയുക്ത തിരുനാൾ വ്യാഴം വെള്ളി ദിവസങ്ങളിൽ ആഘോഷിക്കും. ഇടവക മധ്യസ്ഥനായ യൗസേ പിതാവിന്റെയും സെബസ്ത്യാനോസിന്റെയും സംയുക്ത തിരുനാളാണ് ഇടവക വിശ്വാസികൾ ആഘോഷിക്കുന്നത്.
വ്യാഴാഴ്ച രാവിലെ വിശുദ്ധ കുർബാനയും പ്രസുതേന്തി വാഴ്ചയും ലതീഞ്ഞും നൊവേനയും കുടുംബ കൂട്ടായ്മകളിലേക്കുള്ള അമ്പ് വള എന്നിവയുടെ വെഞ്ചിരിപ്പും വിശുദ്ധരുടെ രൂപം എഴുന്നള്ളിപ്പും നടക്കും. വൈകിട്ട് തിരുകർമ്മങ്ങൾക്ക് ശേഷം 6:30 ദീപാലങ്കാരത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മം ഫാദർ ഷെൽബിൻ മാണിക്യത്താൽ നിർവഹിക്കും. രാത്രി വിവിധ യൂണിറ്റുകളിൽ നിന്നുള്ള അമ്പ് വള എഴുന്നള്ളിപ്പുകളുടെ സമാപനവും തുടർന്ന് സംയുക്ത ബാൻഡുവാദ്യവും അരങ്ങേറും. തിരുനാൾ ദിനമായ മെയ് 9 രാവിലെ 10:30 ആഘോഷമായ ദിവ്യബലിക്ക് ഫാദർ രാജു അക്കര മുഖ്യ കാർമ്മികനാകും. ഫാദർ ജോർജ് ചാത്തോളി, ഫാദർ വിജു കോലങ്കണ്ണി എന്നിവർ സഹകാർമ്മികരാകും. 5 ദിവ്യബലിയും തുടർന്ന് ഭക്തി നിർഭരമായ തിരുനാൾ പ്രദക്ഷിണവും നടക്കും. വൈകിട്ട് 7 മണിക്ക് ഗാനമേള വിത്ത് ഫ്യൂഷനും ഉണ്ടായിരിക്കും. ശനിയാഴ്ച രാവിലെ 6:30 ഇടവകയിൽ നിന്നും മരിച്ചവരുടെ ഓർമ്മയ്ക്കായുള്ള ദിവ്യബലിയോടെ തിരുനാൾ ആഘോഷത്തിന് സമാപനമാകും. ഇടവക വികാരി ഫാദർ മനോജ് താണിക്കൽ, കൈക്കാരന്മാരായ വി ടി ബാബു, ജിൻഡോ തരകൻ, തിരുനാൾ ജനറൽ കൺവീനർ ടി ഡി ഡെൽവിൻ, പബ്ലിസിറ്റി കൺവീനർ പി വി റാഫി എന്നിവർ നേതൃത്വം നൽകും. പുന്നൂർകുളം പഞ്ചായത്തിന്റെയും അണ്ടത്തോട് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും നേതൃത്വത്തിൽ 19 വാർഡുകളിൽ നിന്നും തെരഞ്ഞെടുത്ത ആരോഗ്യസേനാ പ്രവർത്തകർക്കും ആശാപ്രവർത്തകർക്കുമായി മഴക്കാലപൂർവ്വ ശുചീകരണ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ഇ കെ നിഷാർ അധ്യക്ഷത വഹിച്ചു. ബോധവൽക്കരണ ക്ലാസിന് ബിജു ജേക്കബ് നേതൃത്വം നൽകി. ജീവിതശൈലി സർവേ പൂർത്തീകരിച്ച ആശാപ്രവർത്തകരെ യോഗത്തിൽ ആദരിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു ടീച്ചർ, മെമ്പർമാർ തുടങ്ങിയവർ സംസാരിച്ചു. അണ്ടത്തോട് കുടുംബാരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ റോബിൻസൺ സ്വാഗതവും പബ്ലിക് ഹെൽത്ത് നഴ്സ് ശ്രീജ നന്ദിയും പറഞ്ഞു. ആരോഗ്യ പ്രവർത്തകരായ സ്മിത, വന്ദന, ഫിദ, ഉണ്ണികൃഷ്ണൻ, അജിത, മുബീന തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി. പെരുമ്പടപ്പ് മേഖലയിലെ രൂക്ഷമായ തെരുവുനായ ശല്യം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പഞ്ചായത്ത് സെക്രട്ടറിക്ക് പരാതി നൽകി. ഇതുമൂലം ജനങ്ങൾക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണുള്ളതെന്നും മദ്രസകളിലും മറ്റും പോകുന്നവർക്കും വലിയ ഭീഷണിയാണ് നിലനിൽക്കുന്നതെന്നും യൂത്ത് കോൺഗ്രസ് ആരോപിച്ചു. യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മണ്ഡലം പ്രസിഡന്റ് ദിൻഷാദ്, യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി റാസിൽ കെ പി, കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറി ബിബീഷ് കുന്നോത്ത് എന്നിവരുടെ നേതൃത്വത്തിലെത്തിയാണ് നിവേദനം സമർപ്പിച്ചത്. സാഹോദര്യ രാഷ്ട്രീയ കേരളത്തിനായി വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി നയിക്കുന്ന സാഹോദര്യ കേരള പദയാത്രയ്ക്ക് മെയ് 9 കുന്നംകുളം മണ്ഡലത്തിൽ സ്വീകരണം നൽകുമെന്ന് ഭാരവാഹികൾ കുന്നംകുളത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. നാടിന്റെ നന്മയ്ക്ക് നമ്മൾ ഒന്നാകണം എന്ന ശീർഷകത്തിൽ ഏപ്രിൽ 19 തിരുവനന്തപുരത്ത് നിന്നും പ്രയാണം ആരംഭിച്ച പദയാത്ര സംസ്ഥാനത്തെ 14 ജില്ലകളിലും പര്യടനം നടത്തി. മെയ് 30 കോഴിക്കോട് സമാപിക്കും. കുന്നുകുളം മണ്ഡലത്തിൽ നടക്കുന്ന പര്യടന പരിപാടി കടവല്ലൂർ പഞ്ചായത്തിലെ പൂങ്കാവനം റോഡിൽ നിന്നും ആരംഭിച്ച് പെരുമ്പിലാവ് സെന്ററിൽ പൊതുസമ്മേളനത്തോടെ സമാപിക്കും. വലിയ ജനാവലി അണിനിരക്കുന്ന പദയാത്രയെ സമൂഹത്തിലെ വിവിധ സാമുദായിക സാംസ്കാരിക പ്രവർത്തകരും നേതാക്കളും അഭിവാദ്യം ചെയ്യും. വിവിധ സാമൂഹിക ജനവിഭാഗങ്ങളിലെ നേതാക്കൾ, ഫാസിസ്റ്റ് വിരുദ്ധ പോരാളികൾ, ജനകീയ സമര നേതാക്കൾ എന്നിവരുമായുള്ള കൂടിക്കാഴ്ച, നവോത്ഥാന ചരിത്ര പ്രാധാന്യമുള്ള പ്രദേശങ്ങളിലെ സന്ദർശനം, തെരുവു നാടകം, വിവിധ കലാവിഷ്കാരങ്ങൾ തുടങ്ങിയ വ്യത്യസ്ത പരിപാടികൾ യാത്രയുടെ ഭാഗമായി സംഘടിപ്പിക്കുന്നുണ്ട്. സാഹോദര്യ കേരള പദയാത്രയുടെ പ്രചാരണ പരിപാടികളുടെ ഭാഗമായി വിവിധ പഞ്ചായത്ത് കേന്ദ്രങ്ങളിൽ വെൽഫെയർ പാർട്ടി നേതാക്കൾ നേതൃത്വം നൽകിയ പദയാത്രകളും ഗൃഹസമ്പർക്ക പരിപാടികളും സംഘടിപ്പിച്ചിരുന്നു. മണ്ഡലത്തിൽ വിപുലമായ സംഘാടക കമ്മിറ്റിയും രൂപീകരിച്ചിട്ടുണ്ട്. ജാഥയെ സ്വീകരിക്കുവാനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതായി മണ്ഡലം പ്രസിഡന്റ് പി എ ബദറുദ്ദീൻ അറിയിച്ചു. മണ്ഡലം വൈസ് പ്രസിഡന്റ് ഹസീന സലിം, മണ്ഡലം ട്രഷറർ ഷഹീദ് കടവലൂർ, പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് അനീസ്, മണ്ഡലം കമ്മിറ്റി അംഗം എം.എൻ. സലാഹുദ്ദീൻ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. സാഹോദര്യ കേരള പദയാത്രയുടെ പ്രചരണാർത്ഥം വെൽഫെയർ പാർട്ടി കുന്നംകുളം മണ്ഡലം കമ്മിറ്റി പെരുമ്പിലാവ് പൊറവൂർ ഗ്രൗണ്ടിൽ സൗഹൃദ ഫുട്ബോൾ മത്സരം സംഘടിപ്പിച്ചു. മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് പി എ ബദറുദ്ദീൻ ഗോൾ പോസ്റ്റിലേക്ക് പന്തടിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്തു. വെൽഫെയർ പാർട്ടി കുന്നംകുളം മണ്ഡലം സെക്രട്ടറി എം എ കമറുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. മത്സരത്തിൽ വിജയികളായവർക്ക് ഫുട്ബോൾ കോച്ച് അബ്ദുൽ ഫത്താഹ്, പാർട്ടി പഞ്ചായത്ത് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് എം.എൻ. സലാഹുദ്ദീൻ, ജില്ലാ കമ്മിറ്റി അംഗം ഷബീർ ഹസൻ എന്നിവർ ചേർന്ന് ട്രോഫികളും ക്യാഷ് അവാർഡും വിതരണം ചെയ്തു. എം കെ ഷെഹിയാർ, എം എസ് മുസബ്, ഷിൻസാദ്, അബ്ദുൽ ഹാദി എന്നിവർ നേതൃത്വം നൽകി.
അണ്ടത്തോട് മഹല്ല് ജുമാഅത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ വർഷം അണ്ടത്തോട് മഹല്ലിൽ നിന്നും പരിശുദ്ധ ഹജ്ജിന് പോകുന്നവർക്ക് യാത്രയയപ്പ് നൽകി. മഹല്ല് പ്രസിഡന്റ് വി കെ മുഹമ്മദ് ഹാജിയുടെ അധ്യക്ഷതയിൽ മഹല്ല് ഖത്തീബ് ബി മുഹമ്മദ് അഷ്റഫി ഉദ്ഘാടനം ചെയ്തു. മഹല്ല് മുദ്രി സിറാജുദ്ദീൻ ഫൈസി ഉദ്ബോധന പ്രസംഗം നടത്തി. കബീർ സഖാഫി, അബ്ദുസമദ് ആനോടിയിൽ തുടങ്ങിയവർ സംസാരിച്ചു. മഹല്ല് ജനറൽ സെക്രട്ടറി വി മായൻകുട്ടി സ്വാഗതവും സെക്രട്ടറി സി ബി റഷീദ് മൗലവി നന്ദിയും പറഞ്ഞു. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണ്ണ ഗ്രാമിന് 9,075 രൂപ, പവന് 72,760 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 108 രൂപ. ചരമം തിരുത്തിക്കാട് മാങ്ങൻ ജോൺസൺ ഭാര്യ മിനി നിര്യാതയായി 59 വയസ്സായിരുന്നു. സംസ്കാരം ബുധനാഴ്ച പോർക്കുളം ആദാശ്ലീഹ പള്ളി സെമിത്തേരിയിൽ നടന്നു. ജിംസൺ, ജിന്നി എന്നിവർ മക്കളാണ്. അഞ്ഞൂർ നെയ്യൻ കൊച്ചുണ്ണി മകൻ ഷാജു നിര്യാതനായി 51 വയസ്സായിരുന്നു. സുമയാണ് ഭാര്യ. അരുൺ, കിരൺ എന്നിവർ മക്കളാണ്. സംസ്കാരം അഞ്ഞൂർ സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് കത്തോലിക്ക ദേവാലയ സെമിത്തേരിയിൽ നടന്നു. പോർക്കുളം അഗതിയൂർ കാരാമിൽ അശോകൻ നിര്യാതനായി 60 വയസ്സായിരുന്നു. സംസ്കാരം ചെറുതുരുത്തി പുണ്യതീരത്ത് നടന്നു. സുനിതയാണ് ഭാര്യ. അശ്വിനി മകളാണ്. എരുമപ്പെട്ടി കുന്നത്തേരി കല്ലംവീട്ടിൽ കോയാമുവിന്റെ മകൻ മോനു നിര്യാതനായി 73 വയസ്സായിരുന്നു. ഖബറടക്കം കേച്ചേരി പട്ടിക്കര ജുമാ മസ്ജിദിൽ നടന്നു. നബീസ ഭാര്യയും ഷീബ, ഷീജ എന്നിവർ മക്കളുമാണ്. മറ്റം പന്നിശ്ശേരി കൊണ്ടരപ്പശ്ശേരി വാസു ഭാര്യ സരസ്വതി നിര്യാതയായി 80 വയസ്സായിരുന്നു. സംസ്കാരം വ്യാഴാഴ്ച രാവിലെ 10-ന് എളവള്ളി വാതക ക്രിമിറ്റോറിയത്തിൽ നടക്കും. സുധ, സുഗത സുരേഷ്, സുശീൽ, സുധീഷ് എന്ന കണ്ണൻ എന്നിവർ മക്കളാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പഹൽഗാം ഭീകരാക്രമണത്തിന് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ 15ാം നാൾ തിരിച്ചടിച്ച് ഇന്ത്യ. പാകിസ്ഥാനിലും പാക് അധീന കശ്മീരിലുമുള്ള 9 ഭീകര കേന്ദ്രങ്ങൾ പുലർച്ചെ തരിപ്പണമാക്കിയാണ് ഇന്ത്യൻ സംയുക്ത സേനാ വിഭാഗങ്ങളുടെ മറുപടി നൽകിയത്. പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായുള്ള ഇന്ത്യൻ സൈന്യം പാകിസ്ഥാനിൽ നടത്തിയ സർജിക്കൽ സ്ട്രൈക്കിന് പിന്നാലെ രാജ്യത്ത് അതീവ ജാഗ്രത. അതിർത്തിയിലെ കനത്ത ഏറ്റുമുട്ടലിനിടെ ജമ്മു കശ്മീരിലടക്കം സുരക്ഷ ശക്തമാക്കി. കേരളത്തിലെ എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും ദുരന്ത പ്രതികരണത്തിന് ജനങ്ങളെ സജ്ജമാക്കുന്നതിന്റെ ഭാഗമായി മോക്ക് ഡ്രിൽ നടത്തി. ലോകത്തിന് മുന്നിൽ ആവേശത്തിന്റെ അലതല്ലുമായാത്ത കാഴ്ചകൾ ആവോളം സമ്മാനിച്ച തൃശൂർ പൂരാഘോഷ ചടങ്ങുകൾക്ക് സമാപനം. ആവേശകരമായ പകൽപൂരത്തിനു ശേഷം ശ്രീ വടക്കുന്നാഥനെയും പൂരപ്രേമികളെയും സാക്ഷിയാക്കി തിരുവമ്പാടി, പാറമേക്കാവ് ഭഗവതിമാർ ഉപചാരം ചൊല്ലിപ്പിരിഞ്ഞു. തിരുവമ്പാടി വിഭാഗം രാത്രിപൂരത്തിന്റെ ഭാഗമായുള്ള മടത്തിൽ വരവ് എഴുന്നള്ളിപ്പിനിടെ 2 ആനകൾ വിരണ്ടോടി. 42 പേർക്ക് പരിക്ക്. ചരിത്രപ്രസിദ്ധമായ കാട്ടകമ്പാൽ പൂരാഘോഷം വർണ്ണാഭം. കാളിദാരിക യുദ്ധത്തിന്റെ ആദ്യ ദിനത്തിലെ ചടങ്ങുകൾ പൂർത്തിയായി. മതിലകത്ത് വാക്പോരിനൊടുവിൽ ദാരികൻ മായയിൽ മറയുന്ന സങ്കല്പത്തിലാണ് പകൽപൂരം സമാപിച്ചത്. പാവർട്ടി സെന്റ് ജോസഫ് തീർത്ഥകേന്ദ്രത്തിലെ ഔസേപിതാവിന്റെ 149ാം മധ്യസ്ഥ തിരുനാൾ ആഘോഷം മെയ് 9, 10, 11 തീയതികളിൽ ഒരുക്കങ്ങൾ പൂർത്തിയായി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.